ഹലോ കൂട്ടുകാരെ, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജീവനായി മാറിയവൾ പാർട്ട് 2. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ കഥ. വൈകുന്നേരം ബസ് സ്റ്റോപ്പിൽ നിന്ന് നടന്ന് ആര്യ വീട്ടിലെത്തി. ഒരു ചെറിയ വാടക വീട്, മുറ്റത്ത് പൂച്ചെടികൾ, വീടിന് മുന്നിൽ ഒരു പഴയ സൈക്കിൾ. വാതിൽ തുറന്ന് അകത്ത് കയറിയപ്പോൾ അമ്മ ലളിത അടുക്കളയിൽ നിന്ന് പുറത്തു വന്നു. ലളിത, മോളെത്തിയോ? ആദ്യ ദിവസം എങ്ങനെയുണ്ടായിരുന്നു? ആര്യ ബാഗ് സോഫയിൽ വെച്ച് ചിരിച്ചു. ആര്യ, നന്നായിരുന്നു അമ്മ. ആദ്യം കുറച്ച് പേടിയുണ്ടായിരുന്നു. അപ്പോഴേക്കും അച്ഛൻ രാജൻ പത്രമടക്കി അവളുടെ അടുത്തേക്ക് വന്നു. രാജൻ, ആരും ശല്യം ചെയ്തില്ലല്ലോ? ആര്യ ഒരു നിമിഷം ആലോചിച്ചു. ചെറിയ റാഗിങ് ഉണ്ടായിരുന്നു, പക്ഷേ ഒരു സീനിയർ വന്ന് എല്ലാവരെയും തടഞ്ഞു. രാജൻ, അത് നല്ല കാര്യമല്ലേ? ആര്യ തല കുലുക്കി. അതെ, പക്ഷേ അയാൾ എനിക്ക് അത്ര മനസ്സിലായില്ല. അത് കേട്ട് അമ്മ ചിരിച്ചു. ഒന്നാം ദിവസം തന്നെ എല്ലാവരെയും മനസ്സിലാക്കാൻ പറ്റുമോ മോളെ? അപ്പോഴാണ് അനിയത്തി അഞ്ജലി ഓടി വന്നത്. ചേച്ചി, കോളേജ് എങ്ങനെയുണ്ട്? എനിക്കും പെട്ടെന്ന് കോളേജിൽ പോകണം. ആര്യ അവളെ ചേർത്ത് പിടിച്ചു. ആദ്യം നീ 10ാം ക്ലാസ് പാസ്സാകൂ. വീട്ടിൽ ചിരി നിറഞ്ഞു. അതേസമയം ശിവന്റെ കാർ വലിയ വീട്ടുമുറ്റത്തേക്ക് കയറി. വീട്ടുവാതിക്കൽ അമ്മ സാവത്രി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. സാവത്രി, എന്താ മോനെ, ഇന്ന് വൈകിയല്ലോ? ശിവൻ, കോളേജിൽ മീറ്റിംഗ് ഉണ്ടായിരുന്നു അമ്മ. അച്ഛൻ ശേഖരൻ ഹാളിലിരിക്കുകയായിരുന്നു. ശേഖരൻ, ഫൈനൽ ഇയർ അല്ലേ, ഇനി പഠനത്തിലും ശ്രദ്ധ വേണം. ശിവൻ, അതെ അച്ഛാ. അപ്പോഴാണ് അനിയൻ കാർത്തിക് ചിരിച്ചുകൊണ്ട് വന്നത്. ചേട്ടാ, ഇന്ന് ആരൊക്കെയാ റാഗിങ് ചെയ്തത്? ശിവൻ അവൻ്റെ തലയിൽ ഒരു തട്ട് കൊടുത്തു. ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് നിനക്കറിയില്ലേ? കാർത്തിക്, അതെ, നീയാണല്ലോ കോളേജിലെ മഹാത്മാവ്. വീണ്ടും എല്ലാവരും ചിരിച്ചു. രാത്രി ശിവൻ തൻ്റെ മുറിയിലെ ജനലരികിൽ നിന്നു. അറിയാതെ തന്നെ രാവിലെ കണ്ട ആ പെൺകുട്ടിയെക്കുറിച്ച് അവൻ ചിന്തിച്ചു. ആര്യ. ആ പേര് അവൻ പതുക്കെ മനസ്സിൽ പറഞ്ഞു. അപ്പോഴാണ് കാർത്തിക് മുറിയിലേക്ക് വന്നത്. ചേട്ടാ, ആരെയാണ് ഇത്രയും ആലോചിക്കുന്നത്? ശിവൻ പെട്ടെന്ന് തിരിഞ്ഞു. ആരെയുമല്ല കാർത്തിക്. അത് എന്നോട് പറയണ്ട. നിന്റെ മുഖം കണ്ടാൽ എന്തോ കാര്യമുണ്ടെന്ന് മനസ്സിലാകും. ശിവൻ ചിരിച്ചു. പഠിക്കാൻ പോടാ. കാർത്തിക്, ശരി, പക്ഷെ ഒരു ദിവസം ഞാൻ സത്യം കണ്ടുപിടിക്കും. കാർത്തിക് പുറത്തേക്ക് പോയി. ശിവൻ വീണ്ടും ജനലിലൂടെ പുറത്തേക്ക് നോക്കി. എന്തുകൊണ്ടാണോ അവളെ വീണ്ടും കാണണമെന്ന് തോന്നുന്നു. പിറ്റേന്ന് രാവിലെ ആര്യയും മീരയും കോളേജിലേക്ക് നടന്നു. ഇന്നലെ നിന്നെ സഹായിച്ച ആ സീനിയറെ വീണ്ടും കണ്ടോ? ആര്യ, വേണ്ട, ഇനി അങ്ങനെ ആരുടെയും സഹായം എനിക്ക് വേണ്ട. മീര ചിരിച്ചു. നീ ആളുകളെ പെട്ടെന്ന് വിധിക്കും. ആര്യ ഒന്നും പറയാതെ ക്ലാസ്സിലേക്ക് നടന്നു. അതേസമയം കോളേജ് നോട്ടീസ് ബോർഡിന് മുന്നിൽ വിദ്യാർത്ഥികളുടെ വലിയ തിരക്ക്. ഫ്രഷേഴ്സ് ഡേ രജിസ്ട്രേഷൻ നാളെ മുതൽ. ശിവൻ ആ നോട്ടീസ് നോക്കി നിന്നു. അവൻ്റെ കണ്ണുകൾ തിരക്കിനിടയിൽ ആര്യയെ തിരഞ്ഞു. ആര്യയും മീരയും തിരക്ക് മാറ്റി മുന്നിലേക്ക് ചെന്നു. മീര ഉറക്കെ വായിച്ചു. ഫ്രഷേഴ്സ് ഡേ അടുത്ത വെള്ളിയാഴ്ച. ഡാൻസ്, സോങ്, മോണാക്ട്, ഫാഷൻ ഷോ, ഗെയിംസ്, എല്ലാവർക്കും പങ്കെടുക്കാം. മീരയുടെ കണ്ണുകൾ തിളങ്ങി. ആര്യ, നമുക്ക് പേര് കൊടുക്കാം. ആര്യ ഉടനെ തലകുലുക്കി. എനിക്ക് സ്റ്റേജിൽ കയറാനൊന്നും താല്പര്യമില്ല. കുറഞ്ഞത് ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റിയിലെങ്കിലും വരണം. നീ ആദ്യം പേര് കൊടുക്ക്, ഞാൻ ആലോചിക്കാം. അതേസമയം സെമിനാർ ഹാളിൽ ഫൈനൽ ഇയർ വിദ്യാർത്ഥികളുടെ മീറ്റിംഗ് നടക്കുകയായിരുന്നു. പ്രിൻസിപ്പാൾ വേദിയിലേക്ക് വന്നു. ഫ്രഷേഴ്സ് ഡേ ഭംഗിയായി നടത്തണം. മുഴുവൻ കോർഡിനേഷനും ശിവന്റെ ടീമിനായിരിക്കും. എല്ലാവരും കൈയടിച്ചു. ശിവൻ എഴുന്നേറ്റ് പറഞ്ഞു. സാർ, ഒരു പരാതിക്കും ഒരവസരം കൊടുക്കില്ല. അതാണ് എനിക്ക് വേണ്ടത്. മീറ്റിംഗ് കഴിഞ്ഞ് ശിവൻ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ എതിർവശത്ത് നിന്ന് ആര്യയും മീരയും വരുന്നത് അവൻ കണ്ടു. മീര ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അത് ശിവനല്ലേ? ആര്യ ഒന്നും മിണ്ടിയില്ല. രണ്ടുപേരും അടുത്തെത്തിയപ്പോൾ മീരയുടെ കയ്യിലുണ്ടായിരുന്ന പുസ്തകങ്ങൾ താഴെ വീണു. ശിവൻ കുനിഞ്ഞ് അവ എടുത്തു കൊടുത്തു. ഇതാ. മീര പുഞ്ചിരിച്ചു. താങ്ക്സ് ചേട്ടാ. ആര്യ അത് നിശബ്ദമായി നോക്കി നിന്നു. ശിവൻ ആര്യയെ നോക്കി ഒരു ചെറിയ പുഞ്ചിരി സമ്മാനിച്ചു. പക്ഷേ ആര്യ പ്രതികരിക്കാതെ നടന്നു. രാഹുൽ എല്ലാം കണ്ടു. എടാ, അവൾ ഒരു പ്രാവശ്യം പോലും നിന്നെ നോക്കി ചിരിച്ചില്ല. ശിവൻ ചിരിച്ചു. എല്ലാവരും ആദ്യ ദിവസം തന്നെ സുഹൃത്തുക്കളാകില്ല. അപ്പോൾ നീ വിട്ടേക്കില്ലേ? ഇല്ല, പക്ഷേ ഞാൻ അവളെ ശല്യപ്പെടുത്തുകയുമില്ല. രാഹുൽ ശിവന്റെ തോളിൽ തട്ടി. നീ മാറിക്കൊണ്ടിരിക്കുകയാണ്. വൈകുന്നേരം കോളേജ് വിടാനുള്ള സമയം. ആരെയും മീരയും ഗേറ്റിലേക്ക് നടന്നു. മീര ചോദിച്ചു, സത്യത്തിൽ ശിവനെക്കുറിച്ച് എന്താണ് നിന്റെ അഭിപ്രായം?
ആര്യ കുറച്ച് നിമിഷം മിണ്ടാതിരുന്നു. പിന്നെ പതുക്കെ പറഞ്ഞു, അയാൾ മോശക്കാരനാണെന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല. നല്ല ആളാണെന്നും പറയാനും കഴിയില്ല. സമയാകട്ടെ, അപ്പോൾ മനസ്സിലാകും. അത് പറഞ്ഞ് അവൾ മുന്നോട്ട് നടന്നു. അല്പം അകലെ നിന്നിരുന്ന ശിവൻ ആ വാക്കുകൾ കേട്ടില്ല. പക്ഷെ അവൻ്റെ കണ്ണുകൾ വീണ്ടും ആര്യയെ തേടി. ആകാശത്ത് സൂര്യൻ അസ്തമിക്കുമ്പോൾ രണ്ട് ഹൃദയങ്ങളുടെയും യാത്ര ഇപ്പോഴാണ് ശരിക്കും തുടങ്ങുന്നത്. പിറ്റേ ദിവസം രാവിലെ ഗ്രീൻ വാലി എഞ്ചിനീയറിംഗ് കോളേജ് പതിവ് പോലെ തിരക്കിലായിരുന്നു. കോളേജ് ഗേറ്റിലൂടെ ആര്യയും മീരയും നടന്നു വരികയായിരുന്നു. മീര, ഇന്നു മുതൽ ഫ്രഷേഴ്സ് ഡേയുടെ പ്രാക്ടീസ് തുടങ്ങണമെന്നാണ് കേട്ടത്. ആര്യ, നീ പോകൂ, എനിക്ക് ക്ലാസ് മതി. മീര, എപ്പോഴും ഇങ്ങനെ ഒഴിഞ്ഞു മാറരുത്. ആര്യ ചെറുതായി ചിരിച്ചു. അതേസമയം പ്രിൻസിപ്പാൾ ശിവനെയും രാഹുലിനെയും വിളിച്ചു. പ്രിൻസിപ്പാൾ, ഫ്രഷേഴ്സ് ഡേയ്ക്ക് വരുന്ന എല്ലാ ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥികളുടെയും പരിശീലനം നിങ്ങളുടെ ടീമിനാണ്. ശിവൻ, ശരി സാർ. പ്രിൻസിപ്പാൾ, ആരെയും ബുദ്ധിമുട്ടിക്കരുത്. ശിവൻ, തീർച്ചയായും. ക്ലാസ്സിലേക്ക് ഒരു സീനിയർ വന്നു. ഫ്രഷേഴ്സ് ഡേയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഓഡിറ്റോറിയത്തിൽ വരണം. മീര ഉടനെ എഴുന്നേറ്റു. വാ ആര്യ, ഞാൻ വരുന്നില്ല. ഒരു പ്രാവശ്യം മാത്രം. മനസ്സില്ലാ മനസ്സോടെ ആര്യയും എഴുന്നേറ്റു. 100-ലധികം ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥികൾ അവിടെ ഉണ്ടായിരുന്നു. വേദിയിലേക്ക് ശിവൻ കയറി. ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. എല്ലാവരും കൈയടിച്ചു. ആര്യ മാത്രം നിശബ്ദമായി നിന്നു. പേടിക്കേണ്ട, ഇത് മത്സരം മാത്രമല്ല, നിങ്ങളെ പരിചയപ്പെടുത്താനുള്ള ഒരു അവസരമാണ്. ശിവന്റെ വാക്കുകൾ പലർക്കും ആത്മവിശ്വാസം നൽകി. ഓരോരുത്തരുടെയും പേര് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. മീര തന്റെ പേരെഴുതി തിരിഞ്ഞു പോകാൻ തുടങ്ങി. അപ്പോൾ ശിവൻ ചോദിച്ചു, നിങ്ങൾ പങ്കെടുക്കുന്നില്ലേ? ഇല്ല, കാരണം എനിക്ക് താല്പര്യമില്ല. ശിവൻ നിർബന്ധിച്ചില്ല. ശരി, പക്ഷെ ജീവിതത്തിൽ ചില അവസരങ്ങൾ ഒരിക്കലേ കിട്ടൂ. ആര്യ മറുപടി പറയാതെ നടന്നു. പ്രാക്ടീസ് കഴിഞ്ഞ് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ കോളേജിന്റെ പടികളിൽ ഒരു വിദ്യാർത്ഥിനി കാൽ തെറ്റി വീഴാൻ പോയി. ഒരു നിമിഷം പോലും വൈകാതെ ശിവൻ ഓടിച്ചെന്ന് അവിടെ പിടിച്ചു. ഇതെല്ലാം കണ്ടുനിന്ന ആര്യയുടെ മുഖത്ത് ചെറിയൊരു അത്ഭുതം. ഇയാൾ അഭിനയിക്കുകയാണോ അതോ ശരിക്കും ഇങ്ങനെയാണോ? അവളുടെ മനസ്സിൽ ആദ്യമായി ഒരു സംശയം പിറന്നു. തുടരും പാർട്ട് 3 കേട്ടോ. അതായത് ശിവനും ആര്യയും ഒരുമിച്ചൊരു ടീമിൽ വരുന്നുണ്ട്. ആദ്യമായി ഇരുവരും ഒരുമിച്ച് സംസാരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡ് കാണാനായിട്ട് നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ.